Hello guys, welcome back to my channel Crazy Take Malayalam. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സാംസങ്ങിന്റെ M21 ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹായ് ഗായ്സ്, അപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു ബോക്സിലാണ് സാംസങ്ങിന്റെ M21 ലഭിക്കുന്നത്. നമുക്ക് മേലായിട്ട് സാംസങ്ങിന്റെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സൈഡിലും അതുപോലെ തന്നെയാണ് മോഡൽ നെയിമും കാര്യങ്ങളൊക്കെയാണ്. പുറകുവശത്ത് ഒന്നും തന്നെ ഇല്ല. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് സാംസങ്ങിന്റെ M21. നമുക്ക് ഈ ബോക്സിൽ നിന്ന് ഫോൺ എടുക്കാം. തൽക്കാലം നമുക്ക് ഈ ഫോണിൽ നിന്ന് മാറ്റി വയ്ക്കാം. ബാക്കി എന്തൊക്കെയാണ് ബോക്സിൽ കിട്ടുന്നത് നോക്കാം. ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ചാർജർ ലഭിക്കുന്നുണ്ട്. 15 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ് ഈ ഒരു ഫോണിൻ്റെ അപ്പം നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഒരു USB Type-C കേബിളുമാണ് നമുക്ക് ചാർജ് ചെയ്യാൻ ലഭിക്കുന്നത്. ഇതുപോലുള്ളൊരു ബോക്സ് നമുക്ക് ഇതിനൊപ്പം ലഭിച്ചിരുന്നു. ഞാനത് കണ്ടിട്ടില്ല അതിൻ്റെ ഉള്ളിലായതുകൊണ്ട്. നമുക്ക് ഇവിടെ ഒരു സിം ഇജക്ടർ ടൂളും അവിടെ ഒരു സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് കിട്ടുന്ന നമുക്കൊരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും അതുപോലെ തന്നെ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോക്സിനകത്ത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഭാഗത്ത് നോക്കാം. ഡിസ്പ്ലേ വരുന്നത് 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് വിത്ത് സൂപ്പർ അമോ LED ആണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ നല്ല വ്യൂയിങ് ആംഗിൾസ് ഒക്കെ തന്നെ പക്കയാണ്. അതുപോലെ തന്നെ കളർ റിപ്രൊഡക്ഷൻ ഒക്കെ AMOLED ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കളർ റിപ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൈറ്റ് സൈഡിലായിട്ട് വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീസും പവർ ഓൺ ഓഫ് ബട്ടണുമാണ് റൈറ്റ് സൈഡിലുള്ളത്. താഴെയായിട്ട് സ്പീക്കർ ഗ്രില്ലും USB Type-C പോർട്ടും 3.5mm ഓഡിയോ ജാക്കുമാണ് സൈഡിലുള്ളത്. ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ സിം ട്രേ വരുന്നത്. നമുക്ക് സിം ട്രേ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് നമുക്ക് ഈ ഒരു ഫോണിൽ ഒന്നിച്ച് വരുന്നത്. നമുക്ക് ഒരേ സമയത്ത് 2 നാനോ സിമ്മും അതുപോലെ തന്നെ നമുക്കൊരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ക്യാമറ ഭാഗത്ത് നോക്കാം. ക്യാമറ വരുന്നത് 48 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറയാണ് റിയൽ സൈഡിൽ വരുന്നത്. 48+8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 5 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, അങ്ങനെ 3 ക്യാമറയാണ് പുറകുവശത്ത് വരുന്നത്. സെൽഫി ക്യാമറ ആയിട്ട് 20 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഈ ഒരു ഫോണിൽ 6000 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിൽ ഒന്നിച്ച് വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് വെയിറ്റ് അധികം ഉള്ളേന്ന്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 188 ഗ്രാമാണ്. വലിയ രീതിയിലുള്ള വെയിറ്റിൽ 6000 mAh ആണെങ്കിലും ഫോൺ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. എക്സിനോസിൻ്റെ 9611 എന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോൺ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഫോൺ വരുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 10-ലാണ്. സാംസങ്ങിൻ്റെ സ്വന്തം ഇൻ്റർഫേസായ One UI 2-ലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. നമുക്ക് ഈ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 240 ഫ്രെയിം പെർ സെക്കൻഡ് വരെയുള്ള സ്ലോ മോഷൻ വീഡിയോകൾ നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫോണിൽ യൂസ് ചെയ്ത റാം LPDDR4X റാമും USF 2.1 സ്റ്റോറേജ് ഫീച്ചറുമാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫോണിലെടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് നോക്കാം. ഈ ഒരു ഫോൺ 2 വേരിയൻറ്റുകളായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4GB റാം 64GB, അതുപോലെ തന്നെ 6GB റാം 128GB. ഈ 2 വേരിയൻറ്റുകളിലാണ് നമുക്ക് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ താഴെ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള മറ്റു നല്ല ടെക്നോളജി കാണുന്നതായിരിക്കും. ബൈ.